അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ BEdൻ്റെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ അതിൽ തന്നെ ഒന്നാമത്തെ യൂണിറ്റാണ് നേച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ടീച്ചർ ടീച്ചിങ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. അതേപോലെ തന്നെ ടീച്ചിങ് എന്താണ് എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾ അതെങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേണിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. സോ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഈ രണ്ട് പ്രോസസ്സുകളും എങ്ങനെയാണ്, ഇതെല്ലാം എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. സോ ഇതെന്താണ് എന്നറിയുന്നതിന് മുന്നേ ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈപ്സാണ് വരുന്നത്, അതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യം തന്നെ നമ്മൾ ലേണിംഗ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കൽ മാത്രമല്ല, അവർ സ്ഥിരമായി പഠിച്ചുകൊണ്ടും ഇരിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലേണിംഗ് തന്നെയാണ്. സോ നമുക്ക് ലേണിംഗ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ലേണിംഗ് ഇസ് ദ ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളേജ്, സ്കിൽസ്, ബിഹേവിയേഴ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ത്രൂ എക്സ്പീരിയൻസ്, സ്റ്റഡി ഓർ ടീച്ചിങ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നമ്മുടെ നോളേജ് അക്വയർ ചെയ്യൽ മാത്രമല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് അക്വയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പുതിയതായിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം എന്താണ്, ലേണിംഗ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം എപ്പോഴാണ് പഠിക്കുക, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലേ. സോ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളേജ് അക്വയർ ചെയ്യലാവാം, നമ്മുടെ സ്കിൽസ് ആവാം, ബിഹേവിയർ ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, ഇതെല്ലാം എങ്ങനെ പഠിക്കും, ത്രൂ അവർ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ആക്റ്റീവ്ലി എൻഗേജിങ് വിത്ത് ന്യൂ ഇൻഫർമേഷൻ, integrating it with prior knowledge and adapting to different context. അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെയാണുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ എൻഗേജിങ് വിത്ത് ന്യൂ ഇൻഫർമേഷൻ, അതായത് പുതിയ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ പഴയ ഒരു നോളേജുമായിട്ട് നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ പുതിയ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഈ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ലേണിങ്ങിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ അത് നമ്മുടെ പഴയ ഇൻഫർമേഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് അത് പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലേണിംഗ് ക്യാൻ occur formally in structured environments like school or informally through everyday experiences. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് സ്കൂളിൽ മാത്രമല്ല അല്ലെങ്കിൽ കോളേജിൽ മാത്രമല്ല, അങ്ങനെ കിട്ടുന്ന സ്കൂളിലും കോളേജിലൊക്കെ കിട്ടുന്നത് ഫോർമൽ എഡ്യൂക്കേഷനായിട്ടും അതല്ലാതെ കിട്ടുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സ്പീരിയൻസ് വഴി കിട്ടുന്നത് എന്ന് പറയുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടി നടക്കാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ ആ കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നതും അതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്, ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. അതായത് ആ കുട്ടി സ്കൂളിൽ പോയിട്ടല്ല അതൊന്നും പഠിക്കുന്നത്. ഇനി ഇപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് സയൻസ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്താണ്, നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതെന്താണ്, നമുക്ക് ഏതൊരു പുതിയ കാര്യം നമുക്ക് പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇറ്റ് എൻകംപാസസ് വേരിയസ് ഫോംസ് ഇൻക്ലൂഡിങ് കോഗ്നിറ്റീവ് ലേണിംഗ്, ഇമോഷണൽ ലേണിംഗ് ആൻഡ് സോഷ്യൽ ലേണിംഗ്. അപ്പോൾ ഈ ലേണിങ്ങിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് പറയാൻ പറ്റും.
ഒന്ന് നമ്മുടെ കോഗ്നിറ്റീവ് ലേണിംഗ്, അതായത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയാണ് നമ്മളവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നോളേജ്, അതായത് സ്കൂളിലുള്ള പഠിത്തമൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള കഴിവ്. പിന്നെ ഒന്നാണ് നമ്മുടെ ഇമോഷണൽ ലേണിംഗ്. അതായത് ഇപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് പെട്ടെന്ന് സങ്കടം വരും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അവരെന്താണ് ഇമോഷണലായി പോകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ നമ്മുടെ ഇമോഷണലി നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക, ആ ടൈപ്പിലുള്ള ലേണിങ്ങിനെയാണ് നമ്മൾ ഇമോഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ ലേണിംഗ്. ചില ആൾക്കാരുണ്ടാവും ഒരുപാട് നോളേജും അതേപോലെ തന്നെ ഒരുപാട് വിവരം ഉണ്ടായിരിക്കും, പക്ഷേ മറ്റൊരാളുടെ മുന്നിൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്നോ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അതായത് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതും എന്താണ് ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, ദെൻ this multifaceted process is essential for personal development, problem solving and adapting to change, enabling individual to navigate and thrive in an ever evolving world. അപ്പോൾ ഇനി എന്താ പറയുന്നത്, ഈ ലേണിംഗ് എന്തിനൊക്കെ ആവശ്യമാണ്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് മാത്രമാണോ? നമുക്കൊരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു, സോ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, ഇതൊക്കെ എന്താണ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, ദെൻ it involves the integration of new information with existing knowledge, fostering cognitive development and personal growth. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ഒരു ഇൻഫോർമേഷനെ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ വെച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറിയ കുട്ടി എന്നും വൈകുന്നേരം വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളേജ് എന്താണ്, വിളക്കുണ്ട്, അതിലിങ്ങനെ ഒരു ദീപം പോലെ തീ അവിടെ കത്തുന്നുണ്ട്, അത് അവരുടെ എക്സിസ്റ്റിംഗ് നോളേജാണ്. പെട്ടെന്നാണ് ഒരു ദിവസം ആ കുട്ടിക്ക് ഒരു കാര്യം തോന്നുന്നത്, ഇതൊന്നിപ്പോൾ തൊട്ടാൽ എന്താ വരിക. അങ്ങനെ ആ കുട്ടി മെല്ലെ പോയിട്ട് ആ കത്തുന്ന തിരിയിലൊന്ന് ജസ്റ്റ് തൊട്ടു, അയ്യോ കൈ പൊള്ളി, ചുട്ടുപോയി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിരി തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നുള്ളത് ആ കുട്ടിക്കൊരു പുതിയ ഇൻഫോർമേഷനാണ്. ഇനി ഇതെങ്ങനെ നമ്മൾ എക്സിസ്റ്റിംഗ് നോളേജായിട്ട് കണക്ട് ചെയ്യും? എക്സിസ്റ്റിംഗ് നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തീയാണ് അല്ലെങ്കിൽ ഫയറാണ്, ഒരു തിരി അവിടെ കത്തുന്നുണ്ട്. സോ ആ കുട്ടി അതെങ്ങനെ കണക്ട് ചെയ്യും? കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിൽ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും. സോ ബേസിക്കലി അവിടെ എന്താ ഉണ്ടായത്, പുതിയ നോളേജിനെയും പഴയ നോളേജിനെയും തമ്മിൽ അവർ കണക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു 10 മാർക്കിനൊക്കെ ലേണിംഗ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ.